ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितं हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकाकान्द राधाकान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधीर्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपासुरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण हरि ओम तत्सत। നമ്മൾ വായിക്കുന്ന ചൈതന്യ ചരിതാമൃതം മധ്യലീല 8ാമത്തെ അധ്യായം 159ാമത്തെ ശ്ലോകം. ക്ലാദിനീരാസാരാംശ താര പ്രേമ നാമ ആനന്ദ ചിന്മയ രസ പ്രേമേരെ ആഖ്യാന. क्लादिनीरसार अंशतार प्रेम नाम आनंद चिन्मय रस प्रेमेरे आख्यान. The most essential part of this pleasure potency is love of Godhead prema. Consequently, the explanation of love of Godhead is also a transcendental mellow full of pleasure. Pleasure potency ടോപ്പ് മോസ്റ്റ് ലെവലിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലെവലിൽ നിൽക്കുന്നതാണ് എന്ന് ലവ് ഓഫ് ഗോഡ് കൃഷ്ണപ്രേമ. നമുക്കറിയാം പുരുഷാർത്ഥം ധർമാർത്ഥ കാമ മോക്ഷ പഞ്ചമ പുരുഷാർത്ഥമാണ് പൊട്ടൻസി, അതായത് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. പ്രേമ പുമാർത്തോ മഹാൻ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അല്ലേ. പ്രേമ പുമാർത്തോ മഹാൻ, അതായത് പ്രേമം കൃഷ്ണപ്രേമമാണ് ഈ പഞ്ചമ പുരുഷാർത്ഥം. പുരുഷാർത്ഥം പറഞ്ഞാൽ 4 ധർമാർത്ഥ കാമമോക്ഷ, അതിൻ്റെ മീതെയാണ് പ്രേമം. അപ്പം മഹാനായിട്ടുള്ളത് എന്താണ്? പ്രേമം, കൃഷ്ണപ്രേമം. കോൺസിക്വൻ്റ്ലി ദ എക്സ്പ്ലനേഷൻ ഓഫ് ലവ് ഓഫ് ഗോഡ് ഇസ് ഓൾസോ ട്രാൻസ്ഫർ മെലോ ഫുൾ ഓഫ് പ്ലഷർ. അപ്പോൾ ലവ് ഓഫ് ഗോഡ് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് എല്ലാം ഉണ്ട്, ഒന്ന് മാത്രമില്ല. എന്താ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് ഇല്ലാത്ത എന്താണ്? രാധാറാണിയുടെ പ്രേമ അല്ല, രാധാറാണിയുടെ പ്രേമുണ്ടല്ലോ. അല്ല, അപ്പൊ ചൈതന്യ പ്രഭുവായിട്ട് അവതരിച്ചില്ലേ, അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് അതാണോ? എന്തായാലും പറയാ ഭഗവാൻ കൃഷ്ണന്റെ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്ന് മാത്രമില്ല. അറിയില്ലേ പ്രഭുജി? കൃഷ്ണപ്രേമം. ഒരു ഭക്തന്റെ കൃഷ്ണപ്രേമം, അതായത് ഭഗവാൻ, നമ്മളെല്ലാവരും നമ്മളെ സേവിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു. അതിൻ്റെ ആസ്വാദനം ഇല്ല, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തനായിട്ട് ചൈതന്യ മഹാപ്രഭു. അതിൽ ആ കൃഷ്ണപ്രേമം കൊടുക്കുന്നതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റുള്ള ഭക്തിയാണ് ആര്? രാധാറാണി. അപ്പോൾ രാധാറാണി എന്താണോ ആസ്വദിക്കുന്നത് അത് അറിയാനുള്ള ആഗ്രഹം, അത് അനുഭവിക്കാനുള്ള
ആ ആഗ്രഹം കാരണമാണ് സ്വയം ഭഗവാൻ രാധാറാണിയുടെ മൂഡിലും ഭാവത്തിലും കോംപ്ലക്ഷനിലും വന്നത് ചൈതന്യ മഹാപ്രഭുവായിട്ട്. ഭഗവാന്റെ അടുത്ത് അല്ലാണ്ട്, അതായത് എല്ലാവരും എന്നിനോട് ആകർഷിക്കുന്നു. അപ്പൊ എന്താണ് എൻ്റെ ആ കമ്പനിയിൽ, എൻ്റെ അസോസിയേഷനിൽ അവർ അനുഭവിക്കുന്ന ആനന്ദം, അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആരായിട്ട് വരുന്നത്? ചൈതന്യ മഹാപ്രഭു തൻ്റെ സ്വയം ഭക്തനായിട്ട്. അപ്പോൾ സ്വയം ഭഗവാൻ ഭക്തന്റെ രൂപത്തിൽ വന്നിട്ട് ആ പ്രേമഭക്തിയും കൂടിയും ആസ്വാദനം ചെയ്യാണ്. ഉദാഹരണത്തിന് ഒരു കൽക്കണ്ടം, കൽക്കണ്ടം അവിടെ താഴെയുണ്ട്. അപ്പോൾ ഉറുമ്പുകളൊക്കെ വന്നിട്ട് അത് കഴിക്കുകയാണ് അല്ലേ? ഉറുമ്പുകൾ നന്നായിട്ട് ആസ്വദിക്കണ്ടേ. അപ്പൊ കൽക്കണ്ടം വിചാരിക്കേണ്ടത് ഈ ഉറുമ്പുകൾ ഇത്രയും എന്നെ ആസ്വദിക്കണ്ടേ, എന്താണ് ഈ ആസ്വാദനം, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കൽക്കണ്ടം വിചാരിക്കാമെന്ന്, ഐ വിഷ് ഐ കുഡ് ബി വൺ ഓഫ് ദ ആൻഡ്സ്. എന്താ, അതായത് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഇതിലെ ഒരു ഉറുമ്പായിട്ട് എന്നെ തന്നെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന ആഗ്രഹം. കാരണം കൽക്കണ്ടത്തിന് കൽക്കണ്ടത്തിന്റെ ആ സ്വാദ് മനസ്സിലാവുന്നില്ല, കൃഷ്ണന് കൃഷ്ണന്റെ ആ സ്വാദ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സ്വാദ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ സ്വയം ചൈതന്യ മഹാപ്രഭുവിന്റെ ഷണ്ണാവതാരം എടുത്തിട്ട്, അതായത് ഹിഡൻ അവതാരം എടുത്തിട്ട് രാധാറാണിയുടെ മൂഡിലും ഭാവത്തിലും വന്ന് അത് ആസ്വാദിക്കുന്നതാണ് ചൈതന്യ മഹാപ്രഭു. മനസ്സിലായോ? മനസ്സിലായി. प्रेमेरा परमसारा महाभाव जानी से महाभाव रूपा राधा ठाकुरानी. प्रेमेरा परमसारा महाभाव जानी से महाभाव रूपा राधा ठाकुरानी. The essential part of love of God is called Mahabhava. Bhava അതിൻ്റെ ടോപ്പിലാണ് മഹാഭാവ, ട്രാൻസെൻഡന്റൽ എക്സ്റ്റസി. ആൻഡ് ദാറ്റ് എക്സ്റ്റസി ഈസ് റെപ്രസെന്റഡ് ബൈ ശ്രീമതി രാധാറാണി. മഹാഭാവ സ്റ്റേജിലാണ് ആര്? രാധാറാണി. എസെൻഷ്യൽ പാർട്ട് ഓഫ് ലവ് ഓഫ് ഗോഡ്. അപ്പോൾ കൃഷ്ണപ്രേമത്തിൻ്റെ ആ ഉച്ച ശ്രേണിയിലാണ് ആര്? രാധാറാണിയുടെ ആ മഹാഭാവം എന്നുള്ള ആ പ്രേമം, ട്രാൻസെൻഡൽ എക്സ്റ്റസി. തയോർ അപി ഉഭയോർ മധ്യേ രാധികാ സർവഥാധികാ മഹാഭാവ സ്വരൂപേയം ഗുണൈർ അതിവര്യസി. എനിക്കറിയണോ? ഹരിബോൾ. ഹരേ കൃഷ്ണ. തയോരുഭയോർമധ്യേ രാധികാ സർവദാ ദിഗാ മഹാഭാവ സ്വരൂപേ ഗുണൈരതിവര്യസി. Among the gopis of Vrindavana, Srimati Radharani and another gopi are considered chief. But when we compare the gopis, it appears that Srimati Radharani is most important because her real feature expresses the highest ecstasy of love. The ecstasy of love experienced by other gopis cannot be compared to that of Srimati. അപ്പോൾ ഗോപി വൃന്ദാവനത്തിലെ ഗോപികമാരെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ശ്രീമതി രാധാറാണി and the top, and another gopi are considered chief. ആരാണ് another gopi? ലളിതാറാണി. അല്ല, ലളിത അല്ല. ആരാണ്? ഓപ്പോസിറ്റ് ക്യാമ്പിൽ ആരാണ്? ചന്ദ്രാവലി. ഓക്കെ, അപ്പോ അവർ രണ്ടുപേരാണ്, രണ്ടും ഓപ്പോസിറ്റ് ക്യാമ്പിലാണ്. Among the gopis of Vrindavana, Srimati Radharani and another gopi are kind. അവിടെ ഗോപി എന്ന് പറയുള്ളൂ, പേര് പറഞ്ഞില്ല. അപ്പൊ എന്റെ അസംഷൻ ആണ് ചന്ദ്രാവലി ആവാനുള്ള ചാൻസ്. Are considered chief. But when we compare the gopis,
അപ്പൊ ഗോപികമാരെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഗോപികമാരല്ലേ, അപ്പൊ ആ ഗോപികമാരെ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും ടോപ്പിൽ? ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ശ്രീമതി റാണി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീമതി രാധാറാണി. ബിക്കോസ് എ റിയൽ ഫീച്ചർ എക്സ്പ്രസ് ഹയസ്റ്റ് എക്സ്റ്റസി ഓഫ്, ഏറ്റവും കൂടുതൽ ടോപ്പ് മോസ്റ്റ് ആ ഉച്ചശ്രേണിയിലുള്ള ആ സ്നേഹം, ആ പ്രേമം പ്രകടിപ്പിക്കുന്ന ആരാണ്? രാധാറാണി. അത്രയും ഇന്നസെന്റ് ആണ്, അത്രയും സെൽഫ്ലെസ് ആണ്. എല്ലാവരും സെൽഫ്ലെസ് ആണ്, ബട്ട് ആ സെൽഫ്ലെസ്സിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ്. സോ ദ എക്സ്റ്റസി ഓഫ് ലവ് എക്സ്പീരിയൻസ് ബൈ അതർ ഗോപീസ് cannot be compared to that of ശ്രീമതി. മറ്റുള്ള ഗോപിമാരുടെ ആ ലവ്, ആ സ്നേഹം, ആ പ്രേമം രാധാറാണിയുടെ പ്രേമത്തോടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് എ കൊട്ടേഷൻ ഫ്രം ശ്രീല രൂപ ഗോസ്വാമീസ് ഉജ്ജ്വല നീരാമണി രാധ പ്രകരണ 3. പ്രേമേര സ്വരൂപ ദേഹ പ്രേമ വിഭാവിത കൃഷ്ണേര പ്രേയസി ശ്രേഷ്ഠ ജഗതേ വിദിത. വായിക്കുന്നില്ലാരും? ഹരേ കൃഷ്ണ. പ്രേമേര സ്വരൂപദേഹ പ്രേമ വിഭാവിത കൃഷ്ണേര പ്രേയസി ശ്രേഷ്ഠ ജഗതേ വിദിത. The body of Srimati Radharani is a veritable transformation of love of Godhead. She is the dearmost friend of Krishna, and this is known throughout the world. Radharaniയുടെ ആ ദിവ്യ ശരീരം എന്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ്? ലവ് ഓഫ് ഗോഡ്, കൃഷ്ണപ്രേമത്തിന്റെ പേഴ്സണിഫിക്കേഷൻ ആണ് ശ്രീമതി രാധാറാണി. അതായത് കൃഷ്ണപ്രേമത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് ശ്രീമതി രാധാറാണി. ഓക്കെ, ആൻഡ് ശ്രീമതി രാധാറാണിയാണ് ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആൻഡ് ഡിയർ മോസ്റ്റ് ഫ്രണ്ട്. അത് ലോകത്തിൽ എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത്. ആനന്ദ ചിന്മയ രസ പ്രതിഭാ, അതിനാണ് അല്ലെ, ആനന്ദ ചിന്മയ രസ പ്രതിഭാവിതാഭിസ് താഭിർയേവ നിജരൂപതയാ കലാഭി ഗോലോകേവ നിവശത്യഖിലാത്മഭൂതോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആനന്ദ ചിന്മയ രസ പ്രതിഭാവിതാഭിസ് താഭിർയേവ നിജരൂപതയാ കലാഭി ഗോലോകേവ നിവസത്യഖിലാത്മഭൂതോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. Okay, I worship Govinda, the primeval Lord, who resides in his own realm, Goloka, with Radha, who resembles his own spiritual figure and who embodies the ecstatic potency Hladini. Their companions are her confidants, who embody extensions of her bodily form and who are imbued and permeated with ever blissful spiritual lesson. അപ്പോ ഇവിടെ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആ ഗോവിന്ദനെ നമിക്കുന്നു. ആരാണ്? ദ പ്രൈമൽ ലോർഡ്, ദ ഫസ്റ്റ്, ദ ഒറിജിനൽ, ദ ആദിപുരുഷ, ഹു റിസൈഡ്സ് ഇൻ ഹിസ് ഓൺ റെം. എവിടെ? അദ്ദേഹത്തിന്റെ ധാം ഗോലോക. ആരായിട്ടാണ് വസിക്കുന്നത്? വിത്ത് രാധാറാണി. ആൻഡ് രാധാറാണി ആരായിട്ടാണ് റിസംബിൾ ചെയ്യുന്നത്? ഹിസ് ഓൺ സ്പിരിച്വൽ ഫിഗർ. അതായത് അദ്ദേഹത്തിന്റെ തന്നെ ദിവ്യരൂപമാണ്. എന്നുവെച്ചാൽ രാധാപൂർണ ശക്തി രാധാപൂർണ ശക്തി കൃഷ്ണ ശക്തിമാൻ പൂർണ്ണ ശക്തിമാൻ ദുയി വസ്തു ഭേദ നഹി ശാസ്ത്രേര പ്രമാൺ. ഹിസ് ഓൺ സ്പിരിച്വൽ ഫിഗർ who embodies the ecstatic potency Hladini ശക്തിയുടെ personification ആണ്, മൂർത്തിബദ്ധാവമാണ്. Their companions are her confidants, who embody extension of bodily form and who are imbued and permeated with ever blissful spiritual lesson. അപ്പോൾ ആ രാധാറാണിയുടെ സഖികളെല്ലാം ആരാണ്? രാധാറാണിയുടെ ബോഡി എക്സ്റ്റൻഷൻസ് ആണ്, എക്സ്പാൻഷൻസ് ആണ് എന്നാണ് പറയുന്നത്. സോ ദിസ് എ കൊട്ടേഷൻ ഫ്രം ബ്രഹ്മസംഹിത. ഇവിടെ എങ്ങനെയാണ് പ്രഭു രാധാറാണിയുടെ ആയിട്ടൊപ്പം ഉണ്ടെന്നൊക്കെ ഈ ശ്ലോകത്തിൽ എങ്ങനെ മനസ്സിലാക്കുക? എന്താ ശക്തി ഇവിടെ എങ്ങനെയാ ഈ ശ്ലോകത്തിൽ എങ്ങനെ മനസ്സിലാക്കുക? എന്ത്? രാധാറാണിയുടെ ക്ലാദിനി ശക്തിയുടെ മൂർത്തിമദ്ഭാവം രാധയോടൊപ്പം വസിക്കുന്നു എന്നൊക്കെ ഇത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ.
ഈ ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഐ വർഷിപ്പ് ഗോവിന്ദ ദ പ്രൈമൽ ലോർഡ് ഹു റിസൈഡ്സ് ഇൻ ഹിസ് ഓൺ റെൻ ഗോലോക വിത്ത് രാധ, രാധാറാണിയായിട്ട് വസിക്കുന്നു. ഹു അത് റിസംബിൾസ് വിവർത്തനത്തിൽ ഇത് വിവർത്തന ട്രാൻസ്ലേഷൻ ആണ്. ഇത് ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷനാണ്, ഇത് വിവർത്തനമല്ല. വിവർത്തനം മീൻ ട്രാൻസ്ലേഷൻ, നോട്ട് പർപ്പോർട്ട്, ഭാവാർത്ഥം അല്ല. ഇത് ശ്ലോകത്തിന്റെ മീനിങ് ആണ്, ഭാവാർത്ഥം അല്ല. ഭാവാർത്ഥം മീൻസ് പർപ്പോർട്ട്. വിവർത്തനം പറഞ്ഞാൽ എന്താണ് ആനന്ദ ചിന്മയരസാന്നുള്ളതല്ലേ ഇപ്പൊ ലാദിനൊക്കെ പറഞ്ഞത്? എന്താ പറഞ്ഞ? ആനന്ദ ചിന്മയരസാന്നുള്ളത് ആ മാതാജി സംസ്കൃതത്തെയാണോ ചോദിക്കുന്നത്? അല്ല, മാതാജി ഇത് തെറ്റിദ്ധരിച്ചു, ഇത് ഭാവാർത്ഥാന്ന് വിചാരിച്ചു. ശരി. അല്ല പ്രഭു, ഭാവാർത്ഥല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ശ്ലോകത്തില് എങ്ങനെ മനസ്സിലാക്കുക? ശ്ലോകം മാത്രം വായിക്കുമ്പോ അതിന് വേർഡ് ടു വേർഡ് മീനിങ് ആണ്. ആനന്ദ, ബ്ലിസ്, സിറ്റ്, നോളേജ്, മായ, കൺസീവ്. വേർഡ് ടു വേർഡ് മീനിങ് നോക്കണം. അപ്പോ അതിലുണ്ട് വേർഡ് ടു വേർഡ് മീനിങ് നോക്കിയാൽ അറിയാം. അഖിലാത്മ ഓഫ് ഓൾ ദ സോൾ, ഭൂത ഹു എക്സിസ്റ്റ്, നിജ രൂപതയ with his own form, Kalabhi, who are parts of portion of his pleasure potency. കണ്ടോ, കലാബി എന്ന് പറഞ്ഞാൽ who are parts of the portions of his pleasure potency, അതായത് ലാദിനി ശക്തി. ഗോലോകെ, ഗോലോക, വൃന്ദാവന. അപ്പൊ ഇതെന്ന് മനസ്സിലാക്കാം. നമ്മുടെ വേർഡ് ടു വേർഡ് മീനിങ് വായിച്ചാൽ നോക്കി നോക്കും മലയാളത്തിൽ എന്താണെന്ന് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വേർഡ് ടു വേർഡ് മീനിങ് എഴുതിയിട്ട് അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സംസ്കൃതം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വേർഡ് ടു വേർഡ് മീനിങ് ഇംഗ്ലീഷിൽ പ്രഭുപാദ കൊടുത്തിട്ടുണ്ട്. ഓരോ ഈക്വലന്റ് സംസ്കൃത് വേർഡിൻ്റെയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്ത് അത് മനസ്സിലാക്കും. അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടോ ആനന്ദ മീൻസ് ബ്ലിസ്, രസ മീൻസ് മെലോസ്, എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ. നിജ രൂപതയ, നിജ പറഞ്ഞ സ്വന്തം, ഹിസ് ഓൺ ഫോം. ആര്? രാധാറാണി. കലാബി, ഹു ആർ പാർട്സ് ഓഫ് പോർഷൻസ് ഓഫ് ഹിസ് പ്ലഷർ പൊട്ടൻസി, അതാണ് ലാദിനി ശക്തി. അപ്പൊ എല്ലാം ഉണ്ടായത്. അപ്പൊ അതിനെ നമ്മൾ സെന്റൻസ് ആക്കിയിട്ട് എഴുതിയതാണ് ഈ ട്രാൻസ്ലേഷൻ, വിവർത്തനം. ഐ വർഷിപ്പ് ഗോവിന്ദ ദ പ്രൈമൽ ലോർഡ്, ഹു റിസൈഡ്സ് ഇൻ ഹിസ് own realm Goloka with Radha. അതൊക്കെ അതിലുണ്ട്. Who resembles his own spiritual figure, his own form, with his own form, and who embodies the ecstatic potency. അതാണ് Kalabi, who are parts of portions of his pleasure potency, Haladini. Their companions are her confidants. Okay. ഇവിടെ Goloka, who exists. Yeah, Nivasiti resides, Akhilatma, as the soul of all, Buddha, who exists, and who embody extensions of her body, form, and who are imbued and permeated with ever blissful spiritual lesson. The Brahma Samhidana 5.37. से महाभावाहया चिंतामणि सारा, कृष्ण वांछा पूर्ण करे ये कार्य तांड्रा. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചു. മാതാജി വായിച്ചു. चिंतामणि सारा, कृष्ण वांछा पूर्ण करे ये कार्य तांड्रा. Okay, that supreme ecstasy of Srimati Radharani is the essence of spiritual life. Her only business is to fulfill all the desires of Krishna. That is selfless love എന്ന് പറയുന്നത്. ആ രാധാറാണിയുടെ ആ സുപ്രീം എക്സ്റ്റസി, അതാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ സത്ത്, എസൻസ്, സാരം. രാധാറാണിയുടെ ഒരേ ഒരു ബിസിനസ് എന്താണ്? ഭഗവാന്റെ ആഗ്രഹങ്ങളെ സബലീകരിക്കുക, പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിൽ കണ്ടെത്തുന്ന ആനന്ദം വേറെ ഒന്നൊന്നുമില്ല. കൊടുക്കുന്നതിലുള്ള ആനന്ദം മേടിക്കുന്നതിൽ ഉണ്ടാവില്ല. കലിയുഗത്തിൽ ഉൾട്ടയാണ്, മേടിക്കുന്നതിൽ ആനന്ദം, കൊടുക്കുന്നതിലല്ല. പക്ഷെ ശരിക്കും എന്താണ്? ഓൺ എ ഹയർ പ്ലാറ്റ്ഫോം കൊടുക്കുന്നതിൽ ആനന്ദം, മേടിക്കുന്നതിലില്ല. അപ്പോൾ അങ്ങനെ
ഭഗവാൻ കൃഷ്ണന് ആനന്ദം കൊടുക്കുന്നതാണ് സെൽഫ്ലെസ് സർവീസ്. അതിൽ കിട്ടുന്ന ആനന്ദം വേറെ ഒന്നിനും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ എല്ലാ കാര്യങ്ങളിലും അതിനെ പൂർത്തീകരിക്കുക, അതിനെ സബലീകരിക്കുക എന്നാണ് രാധാറാണിക്ക് കിട്ടുന്ന ആ ടോപ്പ് മോസ്റ്റ് എക്സ്റ്റസി അതിലാണ്. മഹാഭാവ ചിന്താമണി രാധാര സ്വരൂപ ലളിതാദി സഖി താണ്ഡ്ര കായ വ്യൂഹരൂപ. Srimati Radharani is the topmost spiritual gem, and the other gopis, Lalita, Vishakha, and so on, are expansions of her spiritual body. അപ്പോൾ രാധാറാണി എന്ന് ദ ഫസ്റ്റ്, ആ രാധാറാണി എന്നുള്ള ബാക്കിയുള്ള ഗോപികമാരൊക്കെ വരുന്ന രാധാറാണിയുടെ എക്സ്പാൻഷൻസ് ആണ് എല്ലാ ഗോപികമാരും. ആ രാധാറിന്റെ എക്സ്പാൻഷൻ ആണ് വൈകുണ്ഠത്തിലെ ലക്ഷ്മിജി അല്ല. സോ സോഴ്സ് ആരാണ്? രാധാറാണിയാണ്. എങ്ങനെ കൃഷ്ണൻ സോഴ്സ് ആണ്, അതേപോലെ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻസ് എല്ലാം രാധാറാണിയാണ് സോഴ്സ്. മെയിൽ റെപ്രസെൻറ്റേഷൻസ് എല്ലാം ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ് സോഴ്സ്. രാധാ പ്രതി കൃഷ്ണ സ്നേഹ സുഗന്ധി ഉദ്വർത്തന തായതേ അതി സുഗന്ധി ദേഹ ഉജ്ജ്വല വരണ. Srimati Radharani's transcendental body is brilliant in luster and full of all transcendental fragrances. Lord Krishna's affection for her is like a perfumed massage. എല്ലാം പോയറ്റിക് ആണ്. രാധാറാണിന്റെ ആ ദിവ്യമായിട്ടുള്ള ശരീരം ബ്രില്യൻറ്റ് ലസ്റ്റർ ആണ്. ഓക്കെ, കോടി സൂര്യസമാൻ എന്ന് പറയുന്നില്ലേ, അതേപോലെ. ആൻഡ് ഫുൾ ഓഫ് ട്രാൻസെൻഡന്റ് ഫ്രാഗ്രൻസസ്. അതിൻ്റെ ഫ്രാഗ്രൻസ്, അതിൻ്റെ അരോമ, അതിൻ്റെ ആ സുഗന്ധം, അത് അത്രയും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത തരത്തിലാണ്. ലോർഡ് കൃഷ്ണസ് അഫെക്ഷൻ, അതേപോലെ ഭഗവാന്റെ അഫെക്ഷൻ, ആ സ്നേഹം ആരോട്? രാധാറാണി. ഫോർ ഹെർ ഇസ് ലൈക്ക് എ പെർഫ്യൂംഡ് മസാജ്. ഒരു പെർഫ്യൂം ഇട്ടിട്ട് ഒരു മസാജ് ചെയ്താൽ എങ്ങനെ അതേപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ സുഗന്ധി ഉദ്വർത്തന refers to a paste made of several perfumes and fragrant oils. അതാണ് ഇവിടുത്തെ ഈ ഇതിൽ എഴുതിയിരിക്കുന്നത്. സുഗന്ധി എവിടെയത്? സുഗന്ധി ഉദ്വർത്തന, perfumed massage. So Sugandhi Udvartana refers to a paste made of several perfumes and fragrant oils. So ഒന്നല്ല, ഒരുപാട് സുഗന്ധ ദ്രവ്യങ്ങളുടെ ഒരു മിക്സറാണത്. This paste is massaged all over the body, and in this way the body's dirt and perspiration are removed. Srimati Radharani's body is automatically perfumed, but when her body is massaged with the scented paste of Lord Krishna's affection, her entire body is doubly perfumed and made brilliant and lustrous. This is the beginning of Krishnadas Kaviraj Goswami's description of Srimati Radharani's transcendental body. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വർണ്ണിക്കുന്ന ശ്രീമതി രാധാറാണിയുടെ ദിവ്യ ശരീരത്തിനെ പറ്റി വർണ്ണിക്കുന്ന ആദ്യത്തെ ശ്ലോകമാണ് എന്ന് പറയുന്നത്, ബിഗിനിങ്. ദിസ് ഡിസ്ക്രിപ്ഷൻ ഫൗണ്ട് ഇൻ വേഴ്സസ് 165 to 181 ഈസ് based on a book by Srila Raghunath Das Goswami known as Premambhoja Maranda. Srila Bhaktivinoda Thakur's translation of the original Sanskrit deed as follows. 165 to 181, 165 മുതൽ 181 വരെയുള്ള ശ്ലോകങ്ങൾ. അത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? രഘുനാഥ് ദാസ് ഗോസ്വാമി മഹാരാജിന്റെ പ്രേമാംബോജ മരന്ദ, ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർസ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ഒറിജിനൽ സംസ്കൃത് ഡീഡ് ആസ് ഫോളോസ്. ഭക്തിവിനോദ് ഠാക്കൂർ ആരാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ അച്ഛൻ. The love of gopis for Krishna is full of transcendental ecstasy. It appears to be a brilliant jewel and enlightened by such a transcendent jewel. Radharani's body is further perfumed and decorated with kumkuma. In the morning, her body is bathed in the nectar of compassion. In the afternoon, in the nectar of youth. And in the evening, in the nectar of luster itself. In this way, the bathing is performed and her body becomes as brilliant
as the Chintamani jewel. She is dressed in various kinds of silken garments, one of which is her natural shyness. അപ്പോൾ ഇതെല്ലാം വളരെ പോയറ്റിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ നാച്ചുറൽ ഷൈനസ് ആണ് എന്നാണ്. ഷീ ഈസ് ഡ്രസ്ഡ് ഇൻ വേരിയസ് കൈൻഡ്സ് ഓഫ് സിൽക്കൻ. ആ ഒരു സിൽക്കൻ ഗാർമെന്റ്സിന് എന്തിനാണ് നാച്ചുറൽ ഷൈനസ്? സാധാരണ യുനോ ഫെമിനിൻ ജെൻഡർ സ്ത്രീകൾക്കുള്ള ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് എന്നാണ് ഷൈനസ്. അതാണ് ഇവിടെ ഒരു ക്വാളിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. That beauty is more and more enhanced, being decorated with the red kumkuma of beauty itself and the blackish musk of conjugal love. Thus her body is decorated with different colors. Her ornaments embody the natural symptoms of ecstasy, trembling, tears, jubilation, stunning, perspiration, faltering of the voice, bodily redness, madness and dullness. ഇതെല്ലാം എക്സ്റ്റാറ്റിക് സിംറ്റംസ് ആണ്. വളരെ എക്സ്റ്റാറ്റിക് സ്റ്റേജിൽ എത്തുമ്പോൾ വരുന്ന മെറ്റീരിയൽ ആൾസ് നമുക്ക് ഇങ്ങനത്തെ ചില സിംറ്റംസ് വരാം. നമുക്ക് പേടി തോന്നുമ്പോൾ, നല്ല സന്തോഷം വരുമ്പോൾ നമുക്ക് മെറ്റീരിയൽ, പക്ഷെ അത് മെറ്റീരിയലാണ്. പക്ഷെ ഇവിടെ വരുന്നത് സ്പിരിച്വലാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതായത് ഒരു ശുദ്ധ ഭക്തന് വരുന്ന ആ സിംറ്റംസ് അഷ്ടസാത്വിക വികാരങ്ങൾ. ഓക്കെ, അത് നമ്മളുടെ ചില സമയത്ത് ചില സീന് കാണുമ്പോൾ, ചില വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഹെയർസ് ഓൺ ദ ബോഡി സ്റ്റാൻഡ്സ് ഓൺ എൻഡ്. അതും ഇതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് രോമാഞ്ചം വരുന്നതൊക്കെ അത് ഭൗതിക തലത്തിലുള്ള രോമാഞ്ചമാണ് കുറച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സ്പിരിച്വൽ എക്സ്റ്റസിയാണ്, അഷ്ടസാത്വിക വികാരം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ട്രെംബ്ലിംഗ്, ടിയേഴ്സ്, ജുബിലേഷൻ, സ്റ്റണ്ണിങ്, പെർസ്പിറേഷൻ, faltering of the voice, bodily redness, madness and dullness. So in this way her entire body is bedecked with these 9 different jewels. Over and above this, the beauty of her body is enhanced by transcendental qualities which constitute the flower garland hanging on her body. The ecstasy of love for Krishna is known as Dhira and Adhira, sober and restless. Dhira, Adhira എന്ന് പറഞ്ഞാൽ എന്താണ്? ധീര എന്ന് പറഞ്ഞാൽ സോബർ, അധീര എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ്. എവിടെയാണ് ധീര എന്നുള്ള ആ ഒരു വാക്ക്? ഏത് ശ്ലോകത്തിലാണ് നിങ്ങൾ? ധീരസ്തത്രാന മുഹ്യതി. അതായത് സോബർ പേഴ്സൺ ഈസ് നോട്ട് bewildered by such a change. അല്ലേ? ധീര മീൻസ് സോബർ and adhira means opposite of that, restless. Dehinosmin yata dehe kaumaram yavanam jara tata dehandara praptir tatra namuhyadi. So such ecstasy constitutes the covering of Srimati Radharani's body, and it is adorned by camphor. ഞാൻ ഇതിലൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല, കാരണം it is beyond my capacity. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ട്രാൻസെൻഡൽ ആംഗിൾ, ഇതെല്ലാം കംപ്ലീറ്റ്ലി ഓൺ എ ട്രാൻസെൻഡൽ ലെവലാണ്. നമ്മളൊരു മെറ്റീരിയൽ ലെവൽ എടുക്കാനേ പാടില്ല, ഒരു ഭൗതിക തലത്തിൽ എടുക്കാനേ പാടില്ല. ഇതൊക്കെ അത്രയും ഹയർ ലെവലിലാണ്. എ ട്രാൻസെൻഡൽ ആംഗർ ടുവേർഡ് കൃഷ്ണ is embodied as the arrangement of the hair on her head, and the tilaga of her great fortune shines on her beautiful forehead. Srimati Radharani's earrings are the holy names of Krishna. As well as the hearing of his name and fame, her lips are always reddish due to the betel nut of ecstatic affection for Krishna. The black ointment around her eyes, in her tricky behavior with Krishna brought about by love, her joking with Krishna and gentle smiling constitute the camphor with which she is perfumed. She sleeps in her room with her aroma of pride, and when she lies down in her bed, the transcendental variety of loving ecstasy is like a jeweled locket in the midst of her necklace of separation. Her transcendental breasts are covered by her sari in the form of affection and anger toward Krishna. She has a stringed instrument known as a Kachapi Veena, which is the fame and fortune that actually dries up the faces and breasts of the other gopis. She always keeps her hands on the shoulder of her gopi friend, who represents her youthful beauty, and although she is highly qualified with so many spiritual assets, she is nonetheless affected by the cupid known as Krishna.
Thus, she is defeated. Srila Raghunath Das Goswami offers his respectful obeisances to Srimati Radharani, taking a straw in his mouth. Indeed, he prays, "O Gandharvika, Srimati Radharani, just as Lord Krishna never rejects a surrendered soul, please don't reject me." This is a summary translation of the Premamboja Maranda, which Kaviraj Goswami, Krishnadas Kaviraj Goswami, Raghunath Das Goswamiയുടെ ഈ പ്രേമാംബോജ മരണ്ട എന്നുള്ള നിന്ന് കോട്ട് ചെയ്താണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ അതാണ് ഗന്ധർവിക ഗിരിധാരി. ആരുടെ ഡേറ്റിയാണ്? മീരാബായി. അല്ല, മായപ്പൂര് പോയിട്ടില്ല എല്ലാവരും അല്ലേ? ഉണ്ട് പ്രഭു. ചൈതന്യ മിഷൻ പോയോ? പോയി. അവിടെ ആരാണ്? ഗന്ധർവിക ഗിരിധാരി ആരുടെയാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ ഡേറ്റിംഗ്. ഓക്കെ, അവിടെ 4 ആചാര്യന്മാരുടെയും ഇതൊക്കെ കണ്ടില്ലേ നമ്മള്? ഓർമ്മയില്ലേ? 4 ആചാര്യന്മാര്, അതായത് രാമാനുജാചാര്യ, വിഷ്ണുസ്വാമി, മാധവാചാര്യ, ചൈതന്യ മഹാപ്രഭു, ഇവരുടെ ആചാര്യന്മാരുടെ കണ്ടില്ലേ? ഓർമ്മയില്ലേ? മറന്നു എല്ലാവരും? ആചാര്യന്മാരെയൊക്കെ കണ്ട ഓർമ്മയുണ്ട്, ആരുടെയൊക്കെയാണെന്ന് ഓർമ്മിക്കുന്നില്ല. അത് മറ്റേ ചൈതന്യ മഹാപ്രഭുവിന്റെ ബർത്ത് പ്ലേസ് ഒക്കെ എപ്പോഴും ഓർക്കണം. ഇതൊക്കെ മെയിൻ പ്ലേസ് ആണ്. യോഗ പീഠ, ചൈതന്യ മിഷൻ, അതൊക്കെ. കാരണം ചൈതന്യ അവിടെയാണ് വലിയ വലിയ ടെമ്പിൾ നിറച്ചൊന്നുമില്ല. പിന്നെ അവിടെ ഗോവർദ്ധനുണ്ട്, രാധാകുണ്ട്, ശ്യാംകുണ്ട്. ഓർക്കുന്നില്ല ആരും? മംഗളമാതാജി ആ ടെമ്പിളിലെ ഡേറ്റി അതാണ് നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ ടെമ്പിൾ. അവിടെ അദ്ദേഹം ഉപാസിച്ചിരുന്ന ഡേറ്റിയാണ് ഗന്ധർവിക ഗിരിധാരി. ബ്യൂട്ടിഫുൾ ഡേറ്റി. ടെമ്പിളിൽ 4 പുറം 4 ആചാര്യന്മാരുടെ, വൈഷ്ണവ ആചാര്യന്മാരുടെ പ്രിൻസിപ്പിൾസ്, അവരുടെ സിദ്ധാന്തമുണ്ട്, അവരുടെ ഫോട്ടോ ഉണ്ട് അവിടെ. അപ്പൊ ഈ 4 അതായത് എസ്പെഷ്യലി ഈ 4 സമ്പ്രദായത്തിൻ്റെ നിന്നും പ്രധാനപ്പെട്ട ഈ 2 പ്രിൻസിപ്പിൾസ് എടുത്തിട്ടാണ് ചൈതന്യ മഹാപ്രഭു എന്തുണ്ടാക്കിയത്? എന്ത് സിദ്ധാന്തം ഉണ്ടാക്കിയത്? എന്ത് സിദ്ധാന്തം? അജിന്ത്യ ഭേദ അഭേദ തത്വം. ഓക്കെ, അതായത് അവിടെ വായിക്കാം, അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് അവിടെ. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ നോക്കി. ടേക്കിംഗ് എ സ്ട്രോ ഇൻ ഹിസ് മൗത്ത്. Srila Raghunath Das Goswami offers his respectful obeisances to Srimati Radharani, taking a straw in his mouth. എന്താണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അന്ന് രാംകേളിയിലെ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയപ്പോഴും അവരുടെ വായിൽ സ്ട്രോ, വൈക്കോല് വെച്ചിട്ട് പോയത്. എന്താണ് അർത്ഥം? വാട്ട് ഇറ്റ് സിഗ്നിഫൈസ്? ദാസനാണ്, വിനീതൻ, സംസാരിക്കില്ല, ഒന്നും അദ്ദേഹം പറയുന്നത് കേൾക്കുക, തിരിച്ചൊന്നും പറയാതിരിക്കുക, അദ്ദേഹത്തിന്റെ ആജ്ഞയെ ശിരസാവഹിക്കുക, തിരിച്ച് ഇവരുടെ ഒപ്പീനിയനായിട്ടൊന്നും പറയാതിരിക്കുക, എന്താണോ ചൈതന്യദേവൻ പറയുന്നത് അത് അപ്പടി സ്വീകരിക്കുക. അതിന്റെ കാരണം അവർക്ക് അവിടെ സംസാരത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. മാതാജി പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്താ അതിന്റെ പിന്നിലുള്ള അവരുടെ ഹ്യൂമിലിറ്റി ആയിരിക്കാം. ഒന്നും ഹ്യൂമിലിറ്റി, രണ്ടാമത് ഭഗവാന്റെ മുമ്പില് നമ്മൾക്ക് വായ തുറക്കാനുള്ള അധികാരം എന്താണ്? നമ്മൾ ഒന്നുമല്ല, വി ആർ നോ വൺ. നമുക്കൊരു ഒപ്പീനിയനും ഇല്ല. ഭഗവാൻ പറയുന്നത് കേൾക്കാം. കാരണം വെച്ചാൽ വി ആർ ഫൂൾസ് എന്നുള്ള ആ ഒരു അത് ആർട്ടിഫിഷ്യൽ അല്ല. കാണിച്ചാൽ പറയുന്നുണ്ട്, രൂപഗോസ്വാമി പറയുന്നുണ്ട്, ലോക് കഹത്തെ ഹേ, ആൾക്കാർ പറയുന്നു,
ഞങ്ങള്, അതായത് ഞാൻ രണ്ടുപേരും ഗുരുബ സനാതന, നമ്മൾ സ്കോളറാണ്, ഫിലോസഫറാണ്, തത്വചിന്തകന്മാരാണ്, അതാണ് ഇതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതും കൂടി അറിയില്ല. അതായത് ഞാൻ ആരാണെന്നുള്ള ശരിക്കുള്ള തത്വം ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരാള് എങ്ങനെ വായ തുറക്കാൻ സാധിക്കും? അപ്പൊ അതുകൊണ്ട് അല്ലയോ ചൈതന്യ മഹാപ്രഭു, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ഞാൻ ആരാണെന്ന് പറഞ്ഞു തന്നാലും. അതാണ് അവരത്. അതാണ് ഇവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമിയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ടേക്കിംഗ് എ സ്ട്രോ ഇൻ ഹിസ് മൗത്ത്. നമ്മളിപ്പോ വലിയ വലിയ സ്കോളേഴ്സിന്റെ മുമ്പില് നമ്മൾ വായിട്ടടിക്കാൻ പാടുമോ? നമ്മുടെ അഭിപ്രായം പറയും. വലിയ നല്ലൊരു പണ്ഡിതനാണ്, നമ്മൾക്ക് ABCD അറിയാൻ പറ്റും, എന്നിട്ട് അതിനെ പറ്റി ഒന്നും അറിയാത്ത സബ്ജക്റ്റിനെ നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ എൻ്റെ വളരെ സമ്യസ്യമായിട്ട് കേൾക്കുക. ഇപ്പം നമ്മുടെ ഗുരു മഹാരാജ് അല്ലെങ്കിൽ ഒരു ആചാര്യൻ വരികയാണ്, ഒരു വൈഷ്ണവ ആചാര്യൻ വരികയാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുക എന്നല്ലാണ്ട് നമുക്ക് ഒരു അഭിപ്രായം അവിടെ പറയാൻ പറ്റും. അല്ല ഗുരു മഹാരാജ് ഇങ്ങനെയാണത് പറയാൻ പറ്റുമോ? പറയാൻ പാടുമോ? അപ്പൊ നമ്മുടെ ഹ്യൂമിനിറ്റി അവിടെ പോയി, നമ്മുടെ ഇതെന്താ. അപ്പൊ അതാണ് ഇവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. ടേക്കിംഗ് എ സ്ട്രോ ഇൻ ഹിസ് മൗത്ത്, രഘുനാഥ് ഗോസ്വാമി, പേയിങ് റെസ്പെക്ട്ഫുൾ ഒബേസൻസ് ടു ശ്രീമതി രാധാറാണി. അപ്പൊ അവരുടെ ബ്ലെസ്സിങ്സ് ആണ് വേണ്ടത്, വേറെ ഒന്നല്ല. എനിക്ക് ഒരു അഭിപ്രായമില്ല. ആ രാധാറാണിയുടെ തലം എന്താണ്, എൻ്റെ തലം എന്താണെന്ന് നന്നായിട്ട് അറിയുന്നതാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ തലം എന്താണ്, രൂപ സനാതന അവരുടെ തലം എന്താണ് അവർക്ക് നന്നായിട്ട് അറിയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് വേ. കാരുണ്യാമൃതാധാരയാ സ്നാനപ്രഥമ, താരുണ്യാമൃതാധാരയാ സ്നാനമധ്യമ, കാരുണ്യാമൃതധാരയാ സ്നാനപ്രഥമ, കാരുണ്യാമൃതധാരയാ സ്നാനമധ്യമ. Srimati Radharani takes her first bath in the shower of the nectar of compassion. ഇതെല്ലാം പോയറ്റിക് ഇതാണ് കേട്ടോ, എല്ലാം ഒരു പോയറ്റിക് വേയിലാണ് എഴുതിയിരിക്കുന്നത്. ശ്രീമതി രാധാറാണി takes her first bath in the shower of the nectar of compassion, കരുണ. And she takes her second bath in the nectar of youth, Yavanam. So Srimati Radharani first smears her body with the paste of Krishna's affection for her. She then takes her bath in the water of mercy. After passing the Pauganda age from 5 to 10 years, Srimati Radharani first appears as mercy. Second bath is taken at noon in the water of Tarunyamrita, or the nectar of youth. This is the factual expression of her new youthfulness. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് ആ 4 സ്റ്റേജസ് ഭഗവാൻ കൃഷ്ണന്റെ, അതേപോലെ രാധാറാണി 4 സ്റ്റേജ്. കൈശോര, പാകണ്ട, ഇതാണ് അങ്ങനെയല്ലേ? അതെ, ആ സ്റ്റേജ് ബിഗിനിങ് ഏതാ? കൗമാര, പൗഗാണ്ട, കൈശോര, യൗവന. ഇവിടെ ഏതാണ് പൗഗാണ്ട? ഫ്രം 5 to 10. അതായത് ആദ്യത്തെ കൗമാരം അപ് ടു 5, പൗഗാണ്ട അപ് ടു 10, പിന്നെ കൈശോര അപ് ടു 15, ദെൻ എബവ് 15 അപ് ടു 20 യൗവന. അതിന് മീതെ ഇല്ല, അവർക്കില്ല, രാധാറാണിക്കും കൃഷ്ണനും ഇല്ല. അതിൻ്റെ മീതെ അവർ വളരുന്നില്ല, ആ ഏജാണ്. ഒക്കെ രാധാറാണിയും ഭഗവാൻ കൃഷ്ണനൊക്കെ 15-16 ആ വയസ്സിലാണ്, അത്രേ ഉള്ളൂ. അതിന് മീതെ അവർക്ക് വയസ്സില്ല. കൈശോര കഴിഞ്ഞിട്ട് അവസാനത്തെ ഏതാ പറഞ്ഞു പ്രഭു? അവസാനത്തെ ഏതാ പറഞ്ഞേ? യൗവന. അപ്പൊ അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ 15-16 ഏജ്. അത് കഴിഞ്ഞാൽ അവർക്കില്ല, അവർക്ക് വേറെ, ദേ ഡോണ്ട് ഗ്രോ ബിയോണ്ട് ദാറ്റ്. ബ്രഹ്മാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ബ്രഹ്മാവിനെ എങ്ങനെയാണ് നമ്മുടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? നരച്ച താടി അല്ലേ, വളരെ വയസ്സായിട്ട്. പക്ഷെ ഭഗവാൻ കൃഷ്ണനെ എപ്പോഴെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും നമ്മുടെ ഗ്രന്ഥത്തിലില്ല. നവയൗവനം ച നിത്യ യൗവനം അല്ലേ, അതാണ് ഭഗവാൻ. അതായത് 15 ജസ്റ്റ് ആ കൈശോര ഏജിന് കഴിഞ്ഞുള്ളൂ. 15 കഴിഞ്ഞ് 16ലേക്ക്, അത് ആ 16 നിന്നു അവിടെ. ഇറ്റ്സ് നോട്ട് ബിയോണ്ട് ദാറ്റ്. അതാണ്
This is the actual expression of her new youthfulness. Lavanyamrita dharaya tadupari snana nijalajja shama patasati paridhana. ലാവണ്യാമൃതധാരയ തദുപരി സ്നാന നിജലജ്ജ ശ്യാമ പട്ടസാധി പരിധാന. After her midday bath, Radharani takes another bath in the nectar of bodily luster, and she puts on the garments of shyness, which is her black silk saree. അപ്പോൾ ആ ഷൈനസ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? രാധാറാണി ബ്ലാക്ക് സിൽക്ക് സാരിയാണ്. Over and above the other baths, the bath taken in the afternoon is taken in the nectar of full beauty. This nectar represents the personal qualities of beauty and luster. Thus, there are 3 baths in different kinds of water. Radharani then puts on 2 garments, a lower and upper garment. The upper garment is pinkish and is her affection and attraction for Krishna, and the lower garment, a blackish silk saree, is her shyness. എല്ലാം കാവ്യാത്മകമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ആൾക്ക് എൻ്റെ തലയുടെ മുഖത്തെ കൂടെ പോകുന്ന ഐ കനോട്ട് എക്സ്പ്ലെയിൻ എഴുതി. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക സ്വയം. 169 കൃഷ്ണാനുരാഗ ദ്വിതീയാരുണാവസന പ്രണയമാന കാഞ്ചുലികായ വക്ഷാച്ഛാദന. കൃഷ്ണ Yes, Srimati Radharani's affection for Krishna is her upper garment, which is pinkish in color. She then covers her breast with another garment composed of affection and anger toward Krishna. Saundarya Kunkuma Sakhi Pranaya Chandana Smita Kanti Karpura Tine Ange Vilepana. സൗന്ദര്യ സഖി പ്രണയ ചന്ദന ഗാന്ധി കർപ്പൂരത്തിനെ ആകെ വിലേപയ. Vilepana. Lepna means smearing. Srimati Radharani's personal beauty is the reddish powder known as kunkuma. Her affection for her associate is sandalwood pulp, and the sweetness of her smile is camphor. All these combined together are smeared over her body. അപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ അതേപോലെ രഘുനാഥ് ദാസ് ഗോസ്വാമി അല്ലേ, അവരുടെ എന്താ പറയുക കവി അല്ലെ, ആ കവിത അല്ലെങ്കിൽ ആ പോയറ്റിക് എബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ അനോളജിയും ഓരോ എക്സാമ്പിളും ഒക്കെ തന്ന് അവരെ വർണ്ണിക്കുന്ന കാവ്യാത്മകമായിട്ട്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ട്രാൻസെൻഡന്റലുമാണ്, ഒരു മെറ്റീരിയൽ ഭൗതിക തലത്തിലുള്ളതും കൂടിയല്ല. കൃഷ്ണേര ഉജ്ജ്വല രസ മൃഗമദഭര സേ മൃഗമദേ വിചിത്രിത കലേവര. Conjugal love for Krishna is an abundance of musk, and with that musk her whole body is. എന്താണ് മസ്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മസ്ക് എവിടുന്നാ കിട്ടുന്നത്? കസ്തൂരി. പ്രച്ഛന്ന മാനവാമ്യ ധമില വിന്യാസ ധീരാധീരാത്മക ഗുണ അംഗേ പതവാസ. പ്രച്ഛന്ന മാനവാമ്യ ധമില വിന്യാസ ധീരാധീരാത്മക ഗുണ അംഗേ പതവാസ. Craftiness and covered anger constitute the arrangement of her hair. The quality of anger due to jealousy is the silk garment covering her body. അപ്പൊ ഇവിടെ ഒരു വാക്ക് ജലസി.
ജലസി നല്ല ക്വാളിറ്റി ആണോ? എങ്ങനെ രാധാറാണിക്ക് ജലസി? അയ്യേ, ജലസി എന്ന് പറയുന്നത് ഏറ്റവും കച്ചറ ക്വാളിറ്റി. അത് അപ്പൊ ക്വാളിറ്റി അല്ലല്ലോ. രാധാറാണിക്ക് എങ്ങനെ ഈ ഓർണമെന്റ് ജലസി വന്നത്? ജലസി ഇസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി. സ്ത്രീ സഹജമായിട്ട് കുറച്ച് ജലസ് ഉണ്ടായിരിക്കും. എന്താണ് പറയുന്നത്? രാധാറാണി സ്ത്രീയല്ലേ, അതുകൊണ്ടായിരിക്കാം കുറച്ച് ജലസി ഉണ്ടാവാ. അല്ല 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 അല്ല, രാധാറാണി സ്ത്രീ ആയതുകൊണ്ടല്ല. അതിന് കാരണമുണ്ട്. എന്താണ് ഇവിടെ ആർക്കാ പറയാൻ പറ്റുക? ജലസി ഓർ എൻവി. ഓക്കെ, ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. എൻവി പറഞ്ഞാൽ ഒരു ചെറിയൊരു ശത്രുത, മറ്റുള്ളവരായത് ഒരാൾക്ക് ഉണ്ട് എനിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു ജലസി അല്ലേ? അപ്പൊ എന്താ അവിടെ രാധാറാണിക്ക് ഇതൊരു ആഭൂഷണമായിട്ടാണ് പറയുന്നത്. ക്വാളിറ്റി അവിടെ ഇരിക്കുന്നത്. അവിടെ ആങ്കർ ഉണ്ട്, ഓഫ് ആങ്കർ ഡ്യൂ ടു ജലസി. ആ ദേഷ്യം, ജലസി ഈസ് ദ സിൽക്ക് ഗാർമെന്റ് കവറിങ് ഹർ ബോഡി. കൃഷ്ണനോട് ഉള്ള കാരണമാണോ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്? അല്ലല്ല, അതായത് ഇതെല്ലാം അതെ, ട്രാൻസെൻഡന്റ് കുറച്ച് ക്വാളിറ്റി. ജലസി അത് രാധാറാണിയുടെ ബ്യൂട്ടി കൂട്ടുന്നതാണ്. ആ ചെറിയ ഒരു ജലസിയുടെ ഒരു അംശം ഉള്ളത് അവിടുത്തെ പാസ്റ്റ് ടൈംസിലൊക്കെ ഉണ്ടല്ലോ, അത് ജലസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് ചന്ദ്രാവലി ഇത് ട്രാൻസെൻഡന്റൽ ജലസിയാണ്. ട്രാൻസെൻഡന്റൽ ജലസി. എങ്ങനെ ട്രാൻസെൻഡന്റൽ ജലസി പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പം നമ്മളുടെ ഒബ്ജക്റ്റ് ഓഫ് ലവ് കൃഷ്ണൻ. അപ്പോൾ ആരാണ് കൃഷ്ണനെ നന്നായിട്ട് സേവിക്കുക? അപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് സേവിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു ട്രാൻസെൻഡന്റൽ ജലസി തോന്നും. അപ്പോൾ മാതാജിയെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് സേവിക്കണം. അപ്പോൾ മാതാജി പറഞ്ഞു എന്നെക്കാട്ടിലും. അങ്ങനെ നമ്മളുടെ ഇടയിൽ തന്നെ ഒരു ട്രാൻസെൻഡന്റൽ കോമ്പറ്റീഷൻ വരും. അത് അവിടെ എന്താണ്? അപ്പോൾ ആരാണ് കൂടുതൽ ചെയ്യുന്നത് അവരോട് അടുപ്പാ വരിക. കാണിച്ചാൽ എന്നെക്കാളും നന്നായിട്ട് സേവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അവിടെ വൈരാഗ്യം വരില്ല. ട്രാൻസെൻഡന്റൽ ജലസിയിലെ എന്താണ്? അപ്രീസിയേഷൻ വരികയാണ്. അപ്പോൾ ട്രാൻസെൻഡന്റൽ ജലസി ഈസ് ഓക്കെ. ഭൗതിക തലത്തിലുള്ള ജലസി ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കണം, എന്നെക്കാളും അവൻ മുകളിൽ പോകാൻ പാടില്ല, അവിടെ വൈരാഗ്യമാണ്. ഇവിടെ അതല്ല, ഇവിടെ ട്രാൻസെൻഡന്റൽ കോമ്പറ്റീഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഒരുപാട് കോമ്പറ്റീഷൻ വരാറുണ്ട്. നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മായപ്പൂർ യാത്ര, ഡൽഹി യാത്ര, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് യാത്ര, അല്ലെങ്കിൽ ന്യൂയോർക്ക് യാത്ര, ഇവരൊക്കെ നമ്മൾ ഭയങ്കര കോമ്പറ്റീഷനാണ് എമംഗ് ഡിവോട്ടീസ്. ഞാൻ ഫസ്റ്റ് വരണം, എൻ്റെ യാത്ര ഫസ്റ്റ് വരണം, എൻ്റെ യാത്ര ഫസ്റ്റ്. അതൊരു ട്രാൻസെൻഡന്റ് കോമ്പറ്റീഷൻ. അവിടെ ഭൗതിക തലത്തിലുള്ള ആ വിദ്വേഷം വരുന്നില്ല, ദേഷ്യം വരുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ ക്വാളിറ്റി ഓഫ് ആങ്കർ ഡ്യൂ ടു ജലസി ഈസ് ദ സിൽക്ക് ഗാർമെന്റ് കവറിങ് ഹർ ബോഡി. അപ്പോൾ ആ ജലസി ഈസ് ഓക്കെ. ട്രാൻസെൻഡന്റ് ജലസി ഈസ് ഫോർ സെർവിങ് മച്ച് മോർ ബെറ്റർ വേ ദാൻ ദ അതർ പേഴ്സൺ, to give more pleasure to Krishna than the other person. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ വരും. So that is okay. So it's not a material jealousy, it's a transcendental jealousy. Okay. Raga Tambula Rage Adhara Ujjwala Prema Kautilya Netra Yuga Lekajjala. രാഗി അധര ഉജ്ജ്വല പ്രേമ കൗടില്യ നേത്ര യുഗള കജ്ജല. Her attachment for Krishna is the reddish color of betel nuts on her brilliant lips. Her double dealings in loving affairs constitute the black ointment around her eyes. Double dealings in loving affairs. എന്താണ് ഡബിൾ ഡീലിങ്സ്? in loving affairs. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എങ്ങനെ ഡബിൾ ഡീലിങ്സ്? രുക്മിണിയും ശ്രീകൃഷ്ണനും തമ്മിൽ കൊട്ടാരത്തിലെ കുറച്ച് നേരം കൃഷ്ണൻ രുക്മിണി അല്ലെങ്കിൽ രുക്മിണി കൃഷ്ണനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അപ്രിസിയേഷൻ, അത് കഴിഞ്ഞ് കുറ്റപ്പെടുത്തും. അതേ ആൾക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. അപ്പോൾ ഒരു സമയം അങ്ങേപ്പോലെ നല്ലൊരാളില്ല ഇവിടെ.
കുറച്ച് കഴിഞ്ഞാൽ അതേ വായ കൊണ്ട് പറയും നിങ്ങളെപ്പോലെ ഒരാളില്ല എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇറ്റ്സ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? അതാണ് പറഞ്ഞത്, ഡബിൾ ഡീലിങ്സ് ആണ്. അതെന്താ പറയാ, അത് നമ്മുടെ സ്നേഹത്തിനെ മാറ്റിക്കൂട്ടും, സ്നേഹത്തിന്റെ. സോ ആ ഡീലിങ്സ് ആണ്. അതായത് എപ്പോഴും നമ്മൾ ഒരു വഴക്കിലൂടെയും സ്നേഹം, സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവരില്ലേ ഭൗതിക തലത്തിൽ, ആ സൗന്ദര്യപ്പണക്കം ചിലപ്പോൾ സെപ്പറേഷനും കൂടി ചെന്ന് വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രാൻസെൻഡന്റൽ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ, ട്രാൻസെൻഡന്റൽ ഡബിൾ ഡീലിങ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസിനും ആ സ്നേഹം വർദ്ധിക്കുകയുള്ളൂ അതാണ് പറയുന്നത്. സോ സുദീപ്ത സാത്വിക ഭാവ ഹർഷാദി സഞ്ചാരി ഏ സഭ ഭാവഭൂഷണ സഭ അംഗേ ഭാരി. സുദീപ്ത സാത്വിക ഭാവ ഹർഷാദി സഞ്ചാരി ഏ സഭ ഭാവഭൂഷണ സഭ അംഗേ ഭാരി. The ornaments decorating her body are the blazing ecstasies, ornaments. The ornaments decorating her body are the blazing ecstasies of goodness and the constantly existing ecstasies headed by jubilation. All these ecstasies are the ornaments all over her body. അപ്പോൾ എക്സ്റ്റസി, ആസ്വാദനം, അതും ഓർണമെന്റ്സ് ആണ് രാധാറാണിയുടെ ശരീരത്തിൽ. കിലാക്കിഞ്ചിതാദി ഭാവ വിംസതി ഭൂഷിത ഗുണശ്രേണി പുഷ്പമാല സർവാംഗേ പൂരിത. സതിഭൂഷിത പുഷ്പമാല സർവാംഗേ പൂരിത. Also ornamenting her body are the 20 kinds of ecstatic symptoms, beginning with Kila Kinchita. Her transcendental qualities constitute the flower garland hanging in fullness over her body. അപ്പോൾ എന്താണ് ഇവിടെ എത്ര 20 ടൈപ്പുള്ള എക്സാറ്റിക് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. The 20 different moods headed by Kila Kinchita are described as follows. First, in connection with the body, there are bhava, ecstasy, hava, gestures, and hela, negligence. In relation to the self, there are shobha, beauty, kanti, luster, deepti, brilliance, madhurya, sweetness, pragalbhada, impudence, audarya, magnanimity, and dhairya, patience. ധൈര്യ എന്നുള്ള എവിടെയാണ്? നിങ്ങൾ എവിടെ ഈ ധൈര്യ എന്നുള്ള വാക്ക് ഏത് ശ്ലോകത്തിലാണ്? ഉപദേശാമൃതം. അതെ, യെസ്. ഏതാണ് ശ്ലോകം? ഏതാണ് ശ്ലോകം? വാച്ചോ വേഗമാണോ അല്ലേ? വാച്ചോ വേഗം, ഉത്സാഹ നിശ്ചയ ധൈര്യ കർമ്മ പ്രവർത്തനാദി. ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ധൈര്യ അല്ലേ? എവിടെ ഇത് പറയുന്നത്? ധൈര്യ, patience. And in relation to nature, there are lila, pastimes, vilasa, enjoyment, vichidi, breaking off, and vibhrama, puzzlement. There are no English equivalents for the words kila kinchida, mota ida, and uttamida. ഇതിനൊന്നും ഇംഗ്ലീഷ് ഈക്വലന്റ് വേർഡില്ല. അപ്പൊ നമുക്ക് അതേപോലെ കുട്ടമീത. അപ്പൊ അങ്ങനെ 20 എണ്ണം. എന്താണ് 20 എണ്ണം? എക്സ്റ്റാറ്റിക് സിംറ്റംസ്, 20 different moods. Okay, Srimati Radharani's flower garland consists of her qualities and is divided into mental, verbal, and bodily parts. Her attitude of forgiveness and mercy is all mental. Her talks, which are very pleasing to the ear, are verbal. The bodily qualities are age,
ബ്യൂട്ടി, ലസ്റ്റർ ആൻഡ് ഗ്രേസ്. അങ്ങനെ 185 വരെ ഈ വർണ്ണനയാണ് രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ. 176 ഒന്നുകൂടി എടുക്കാം. സൗഭാഗ്യ തിലക ചാരു ലലാതെ ഉജ്ജല പ്രേമ പ്രേമ വൈചിത്യ രത്ന ഹൃദയ തരള. സൗഭാഗ്യത്തിലകച്ചാരു ലലാതെ ഉജ്ജ്വല പ്രേമ വൈചിത്യം രത്ന ഹൃദയ തരള. The tilaka of good fortune is on her beautiful broad forehead. Beautiful broad forehead. Her various loving affairs are a gem, and her art is the locket. So 177 അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. സോ ഇതൊക്കെ മലയാളത്തിലെ ബുക്കുള്ളവര് അതും കൂടി ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. എന്തായാലും എല്ലാം ഒരു എന്താണ് പറയാ, വളരെ പോയിറ്റിക് ആയിട്ടുള്ളൊരു വർണ്ണനയാണ് രാധാറാണിന്റെ. ഡിഫറെന്റ് ആസ്പെക്ട്സ്, മൂഡ് ആൻഡ് ബിഹേവിയർ ആൻഡ് എല്ലാ തരത്തിലുള്ള ഇതും. മലയാളത്തിൽ ഇങ്ങനെയാ പ്രഭു, വായിക്കട്ടെ. ഇതെല്ലാം വായിക്കാൻ സമയം എടുക്കും. ഏതാ വായിക്കുന്നത്? 66 അല്ലേ ഇതിന്റെ അല്ലേ? 176 അല്ലേ? 176. നമ്മളിപ്പോ 176 വായിച്ചോളൂ, കുഴപ്പമില്ല. സൗഭാഗ്യമാവുന്ന തിലകം അവളുടെ വിശാലവും മനോഹരവുമായ നെറ്റിയിലുണ്ട്. അവളുടെ വിവിധ പ്രേമ വ്യവഹാരങ്ങൾ രത്നവും ഹൃദയം ഒരു പതക്കവുമാകുന്നു. പതക്കം പതക്കം എന്ന് പറഞ്ഞ ലോക്കറ്റ്. പതക്കം 20 ക്വാളിറ്റീസ് എന്ന് വായിക്കും. 75 അല്ലേ? 75 75 ഭാവാർത്ഥം വായിച്ചാൽ മതിയോ പ്രഭു? കിലകിഞ്ചിതത്തിൽ നിന്ന് ആരംഭിക്കുന്ന 20 വ്യത്യസ്ത ഭാവങ്ങൾ താഴെ പറയുന്നവയാണ്. ആദ്യം ശരീരവുമായി ബന്ധപ്പെട്ട് ഭാവം, അതായത് ആനന്ദ നിർവൃത്തി, അതിന് ബ്രാക്കറ്റില്. അടുത്തത് ഹാവം. ഹാവം എന്ന് പറഞ്ഞ ചേഷ്ടകൾ. അടുത്ത ഹേളനം. ഹേളനം എന്ന് പറഞ്ഞാൽ അവഗണന എന്നിവയുണ്ട്. ആത്മാവുമായി ബന്ധപ്പെട്ട് ശോഭ എന്ന് പറഞ്ഞ സൗന്ദര്യം, കാന്തി, ദീപ്തി, മാധുര്യം, പ്രഗത്ഭത. അതിന്റെ ബ്രാക്കറ്റില് അധിക പ്രസംഗം എന്നാ കൊടുത്തിരിക്കുന്നത്. ഔദാര്യം, ധൈര്യം, അത് ബ്രാക്കറ്റിൽ ക്ഷമ, ഇവയുണ്ട്. ഔദാര്യം, ധൈര്യം ഇവയുണ്ട്. സ്വഭാവവുമായി ബന്ധപ്പെട്ട് ലീല, വിലാസം. വിലാസം എന്ന് പറഞ്ഞ ആസ്വാദനം, ബ്രാക്കറ്റില്. വിച്ചിത്തി, പിരിഞ്ഞുപോകൽ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. വിച്ചിത്തി എന്നുള്ളതിന് പിരിഞ്ഞുപോകൽ. വിഭ്രമം, അതിന്റെ ബ്രാക്കറ്റിൽ പരിഭ്രമം, ഇവയുമുണ്ട്. കിലകിഞ്ചിതം, മോട്ടായുധം, കുട്ടമിതം എന്നു പേരുള്ള ഹർഷോന്മാദ ലക്ഷണങ്ങൾക്കാകട്ടെ തത്തുല്യമായ അന്യഭാഷാ പദങ്ങൾ ഇല്ല തന്നെ. അപ്പം ഈ വേർഡ്സിനൊന്നും അതിന്റെ ഈക്വൽ ആയിട്ടുള്ള പദങ്ങൾ ഇല്ലെന്നാ പറയുന്നത്. ശ്രീമതി രാധാറാണിയുടെ ഗുണങ്ങളാവുന്ന പുഷ്പഹാരം മനോ, വാക്, ശരീര സംബന്ധികളായ ഗുണങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ ക്ഷമാശീലതയും കാരുണ്യവുമെല്ലാം മാനസികമാണ്. കാതുകൾക്ക് അങ്ങേയറ്റം ഇമ്പം പകരുന്ന അവളുടെ ഭാഷണങ്ങൾ വാഗ്മയങ്ങളാണ്. പ്രായം, സൗന്ദര്യം, കാന്തി, ആകർഷകത്വം എന്നിവ ശാരീരിക ഗുണങ്ങളാണ്. ഇത്രയേ ഉള്ളൂ പ്രഭു. എന്തായാലും എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയനില് ഈ ട്രാൻസ്ലേഷൻ ശരിയല്ല. അവളുടെ എന്നുള്ളത് ശരിയായില്ല. ശരിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു റെസ്പെക്ട് അവരുടെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മുടെ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ എന്ന് പറഞ്ഞു ഓക്കെ. പക്ഷെ ഇത് ശ്രീമതി രാധാറാണിയാണ് നമ്മൾ ഓർക്കണം. അപ്പൊ അവിടെ നമ്മൾ ആ പദപ്രയോഗം തീർച്ചയായിട്ടും അവരുടെ എന്നുള്ള ഒരു പദപ്രയോഗമായിരിക്കും കുറച്ചുകൂടി ചേരുന്ന അതിന്റെ ഇത് അല്ലേ? അതെ, ദൈവങ്ങൾക്ക് കവിതയിലൊക്കെ ഇപ്പം ഭഗവാനെയൊക്കെ നീ എന്നൊക്കെ സംബോധന ചെയ്യുന്നത് ഹിന്ദിക്കാരൊക്കെ തൂ തൂ എന്നല്ലേ പറയുന്നത്.
അല്ല അതൊക്കെ അല്ല, നോർത്ത് കവിത ഇന്ത്യൻസ് ഒക്കെ പക്ഷെ നമുക്കറിയാലോ നമ്മളല്ലല്ലോ ഇത് രചിക്കുന്നത്, നമ്മളുടെ ട്രാൻസ്ലേഷൻ. അപ്പൊ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഭഗവാനെ തിന്തിരുവടി എന്നൊക്കെ പറയുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? തിരുവടി ഭഗവാനെ ശരിയാണ്. ഭഗവാനെ അവന്റെ എന്ന് പറയാൻ പറ്റുമോ? അവനെ എന്ന് പറയാൻ പറ്റില്ല. നമ്മളത് ആലോചിക്കണ്ടേ. അപ്പൊ ഓഫ് കോഴ്സ് അതൊരു ചെറിയൊരു ഇതാണ്. അത് അവരുടെ പറഞ്ഞ കുഴപ്പമില്ല. ഈവൺ ഇറ്റ് ഈസ് അവര് പറഞ്ഞ പ്ലൂറൽ ആണെങ്കിലും കൂടിയിട്ട് റെസ്പെക്ടോടുകൂടി അവരെ പറയാം. പറയും. അത് ശരിയാ. എനിവേ കാണിച്ചാൽ അങ്ങനെ ഒരുപാട് കാണിച്ച കുറെ ആൾക്കാരുടേതല്ലേ കോൺട്രിബ്യൂഷൻ ആണല്ലോ തർജ്ജമ. അപ്പൊ അടുത്ത 177 വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद।